ഈ മാച്ച് കഴിഞ്ഞിട്ടുള്ള എന്റെ റിയാക്ഷൻ ഒറ്റ വേർഡിൽ പറയുവാണെങ്കിൽ അത് ഡിസപ്പോയിന്റ്മെന്റ് എന്നായിരിക്കും. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇൻ കേസ് നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ്. ആൻഡ് ഇതാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാച്ച് റിയാക്ഷൻ. ആൻഡ് ഈ വീഡിയോയിൽ ഞാൻ പ്ലേയേഴ്സിന്റെ മാച്ച് റേറ്റിംഗ്സും കൊടുക്കുന്നുണ്ട്. അത് ചെക്ക്ഔട്ട് ചെയ്യാൻ വീഡിയോയുടെ എൻഡ് വരെ വാച്ച് ചെയ്യുക. സോ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫാൻസ് എന്ന നിലയ്ക്ക് നമ്മൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഒന്ന് മാനേജ് ചെയ്യണം. കാരണം ഈ ടീം ഒരു ടൈറ്റിൽ ചാലഞ്ചിങ് ടീം അല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നൗ ഓഫ് കോഴ്സ് എനിക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എല്ലാ സീസണും ടൈറ്റിൽ ചാലഞ്ച് ചെയ്യണമെന്നും എല്ലാ സീസണും ടൈറ്റിൽ ജയിക്കണം എന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, അമോറിമും യുണൈറ്റഡും ടൈറ്റിൽ റേസിൽ ഇല്ല. പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിനെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു 4-5 ടീമെങ്കിലും മിനിമം ഉണ്ടാവും. ഈ സീസണിലെ ടൈറ്റിൽ റേസ് മാൻ സിറ്റിയും ആർസണലും തമ്മിലായിരിക്കും. ആൻഡ് ലിവർപൂളും ചെൽസിയും അവരുടെ ഫോം പിക്കപ്പ് ചെയ്താൽ അവരും ടൈറ്റിൽ റേസിൽ ഉണ്ടാവും. ആൻഡ് സത്യം പറഞ്ഞാൽ അമോറിമും യുണൈറ്റഡും ഈ സീസൺ റിയലിസ്റ്റിക്കലി എക്സ്പെക്ട് ചെയ്യുന്നത് ടോപ്പ് 4 ഫിനിഷ് ആണ്. ആൻഡ് ഈ മാച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഡിസപ്പോയിന്റഡ് ആവാനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺസും അത് തന്നെയാണ്. കാരണം ഈ മാച്ച് എങ്ങനെയെങ്കിലും ജയിച്ചിട്ടുണ്ടെങ്കിൽ ആർസണൽ ഫസ്റ്റും യുണൈറ്റഡ് സെക്കൻഡും ആയേനെ. ആൻഡ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഗ്യാപ്പ് വെറും 6 പോയിന്റ്സ് മാത്രം. സോ എഗെയിൻ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ ഈ സീസണിൽ ഈ ടീമിനെ വെച്ചുള്ള എക്സ്പെക്ടേഷൻസ് നമ്മളെ ഫാൻസ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇനി ഗെയിമിനെ കുറിച്ച് സംസാരിക്കാം. ഫസ്റ്റ് ഹാഫിൽ ഞാൻ ഹാപ്പി ആയിരുന്നു. അങ്ങനെ നെഗറ്റീവായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഗെയിം സ്ട്രോങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഫൈനലി ഒരു ബ്രൂണോ ഫെർണാണ്ടസ് കോർണറിൽ നിന്ന് കസമീറോ ഒരു ബുള്ളറ്റ് ഹെഡർ സ്കോർ ചെയ്തു. ഹാഫ് ടൈം ആയപ്പോ 1-0. നൗ ഇത് കഴിഞ്ഞിട്ട് ഹാഫ് ടൈമിൽ എന്താണ് അമോറിം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം സെക്കൻഡ് ഹാഫിൽ ഈ ടീം വന്നപ്പോ ഇവര് ഫുട്ബോൾ കളിക്കാൻ മറന്നുപോയവരാണ് കളി സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ഹാഫ് തുടങ്ങി വെറും 3 മിനിറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഈക്വലൈസ് ചെയ്തു. മോർഗൻ ഗിബ്സ് വൈറ്റിന്റെ ഗോള്. ആൻഡ് ഇതിലെ ഡിഫെൻഡിങ് ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു. ബോക്സിലേക്ക് വരുന്ന ക്രോസ് യുണൈറ്റഡ് സ്റ്റോപ്പ് ചെയ്തില്ല. ആൻഡ് അമാദിനെ മോർഗൻ ഗിബ്സ് വൈറ്റിനെ പ്രോപ്പറായിട്ട് മാർക്ക് ചെയ്യാനും പറ്റിയില്ല. നൗ എല്ലാവർക്കും അറിയാം ഷോൺ ഡൈഷ് മാനേജ് ചെയ്യുന്ന ഒരു ഫുട്ബോൾ ക്ലബിന്റെ ടാറ്റിക്സ്. കോർണർ ഓഫ് ഫ്രീ കിക്ക് കിട്ടുമ്പോൾ പെനാൽറ്റി ബോക്സിലേക്ക് ആൾക്കാരെ ലോഡ് ചെയ്ത് കയറ്റുക. ആൻഡ് ആ ക്രോസ് ചെയ്ത് ഹെഡർ സ്കോർ ചെയ്ത് ഗോളാക്കുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് കളി കഴിയുന്നവരെ ആ ലീഡ് ഫുൾ ടൈം ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. സിമ്പിൾ. പക്ഷെ സംഹൗ യുണൈറ്റഡിന് ഇത് മനസ്സിലായില്ല. ആൻഡ് മോർഗൻ ഗിബ്സ് വൈറ്റിന്റെ ഗോൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഫൈനലി യുണൈറ്റഡ് സെക്കൻഡ് ഹാഫ് പ്രോപ്പറായിട്ട് ഒന്ന് കളിക്കാൻ തുടങ്ങുന്നു. പക്ഷെ നോ, ആ ഗോൾ കണ്ട് 10 മിനിറ്റ് കഴിയുന്ന മുമ്പേ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ലീഡ് എടുത്തു. ആൻഡ് എഗെയിൻ ഈ ഗോളിലെ ഡിഫെൻഡിങ് ഹോറിബിൾ. ഇത്തവണത്തെ മെയിൻ കൾപ്രിറ്റ് ഡിയേഗോ ഡലോട്ട്. ആദ്യം തന്നെ പെനാൽറ്റി ബോക്സിലുള്ള നോട്ടിംഗ്ഹാം പ്ലെയേഴ്സിനെ ഡലോട്ട് ഓൺ സൈഡ് ആക്കി. അത് കഴിഞ്ഞിട്ട് തന്റെ പുറകെ കൂടെ വന്ന പ്ലെയറിനെ ഡലോട്ടിനെ സ്പോട്ട് ചെയ്യാൻ പോലും പറ്റിയില്ല. ആൻഡ് അവസാനം ആ പ്ലെയർ ഗോൾ സ്കോർ ചെയ്തു. വണ്ടർഫുൾ ഡിഫെൻഡിങ്. ഫസ്റ്റ് ഹാഫിൽ കണ്ട ആ കോൺഫിഡൻസും ആ എനർജിയും ഒന്നും സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഫ്രണ്ട് ത്രീന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതായിരുന്നു സെസ്കോന്റെ ഏറ്റവും വേർസ്റ്റ് ഗെയിം. പുള്ളിയുടെ ലിങ്കപ്പും ഹോൾഡപ്പ് പ്ലേയും ഫിനിഷിങ്ങും ഒന്നും ഈ കളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നൗ 2-1 ഡൗൺ ആയപ്പോൾ അമോറിം സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തി. മസറാവിനെയും ഡോർഗുവിനെയും മാച്ചിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. യുണൈറ്റഡ് ഈക്വലൈസറിന് വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരുന്നു. ബ്രൂണോ ഫെർണാണ്ടസിന് ഒരു ഷോട്ട് പോസ്റ്റിൽ അടിച്ച് തിരിച്ചു വന്നു. ആൻഡ് കസിമീറോ എങ്ങനെ ഒരു ഓപ്പൺ ഗോൾ മിസ്സും ചെയ്തു. ഹൗ? അഗൈൻ യുണൈറ്റഡ് ഈക്വലൈസറിന് വേണ്ടി പുഷ് ചെയ്തുകൊണ്ടിരുന്നു. ആൻഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് അതുപോലെ തന്നെ ഡിഫെൻഡും ചെയ്തുകൊണ്ടിരുന്നു. അവസാനം ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസി എന്നാണ് യുണൈറ്റഡ് ഗോൾ സ്കോർ ചെയ്തത്. വന്ന ഒരു കോർണർ ഫോറസ്റ്റിന്റെ ഡിഫൻഡേഴ്സ് ഹെഡ് ചെയ്ത് കളഞ്ഞപ്പോ ആ ബോൾ കിട്ടിയത് കറക്റ്റ് അമാദിനാണ്. ആൻഡ് ബോക്സിന്റെ പുറത്തുനിന്ന് അമാദിന് ഒരു ഫസ്റ്റ് ടൈം ബോളിംഗ്. വാട്ട് എ ഗോൾ. നൗ കളിയുടെ ഏറ്റവും എൻഡില് വേണമെങ്കിൽ അമാദിന് 3-2 ആക്കായിരുന്നു. പക്ഷെ പുള്ളിയുടെ ഷോട്ട് ഗോൾ ലൈനിൽ നിന്ന് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ഡിഫൻഡേഴ്സ് ക്ലിയർ ചെയ്തു. നൗ സത്യം പറഞ്ഞാൽ 2-2 ആണ് ഈ ഗെയിമിന്റെ ഒരു ഫെയർ റിസൾട്ട്. യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫ് ഡോമിനേറ്റ് ചെയ്തു. ആൻഡ് സെക്കൻഡ് ഹാഫ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഡോമിനേറ്റ് ചെയ്തു. നൗ ഇനി ഈ മാച്ചിന്റെ പ്ലെയർ റേറ്റിംഗ്സ്. സ്റ്റാർട്ടിംഗ് വിത്ത് ഗോൾ കീപ്പർ സെനെ ലേമൻസ്. ലേമൻസിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യില്ല. കാരണം 2 ഗോളും പുള്ളിയുടെ ഫോൾട്ട് അല്ല. ആൻഡ് ഒരു ഗോൾ കീപ്പറിനും ആ ഗോൾസ് സേവ് ചെയ്യാനും പറ്റില്ല. അതുകൊണ്ട് 6 ഔട്ട് ഓഫ് 10. കമ്മിങ് ടു ദ ഡിഫൻഡേഴ്സ്. നൗ ഞാൻ പറയാൻ പോണ കാര്യം ചിലപ്പോൾ കുറെ പേരെ കൺഫ്യൂസ് ചെയ്യും. കാരണം യുണൈറ്റഡ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആയിട്ട് 2 ഗോൾ കൺസീഡ് ചെയ്തെങ്കിലും ഈ ഗെയിമിലെ ഡിഫൻഡേഴ്സിന്റെ പെർഫോമൻസ് ആക്ച്വലി നല്ലതായിരുന്നു. യോറോന്റെ പെർഫോമൻസിന് 6 ഔട്ട് ഓഫ് 10, ഡെലിറ്റിന്റെ പെർഫോമൻസിന് 6.5 ഔട്ട് ഓഫ് 10, ആൻഡ് ലൂക്ഷോന്റെ പെർഫോമൻസിന് 6 ഔട്ട് ഓഫ് 10. അമാദ് ഡിയാലോ 7 ഔട്ട് ഓഫ് 10. നൗ അമാദ് ആ ഗോൾ സ്കോർ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ റേറ്റിംഗ് ഇതിനെക്കാട്ടും കുറവായേനെ. പക്ഷെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ആ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞിട്ട് കളിയുടെ 90th മിനിറ്റ് വരെ യുണൈറ്റഡിന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ അമാദ് തന്നെയായിരുന്നു. ഡിയേഗോ ഡലോട്ട് 3 ഔട്ട് ഓഫ് 10. ഈസിലി യുണൈറ്റഡിന്റെ ഏറ്റവും വേർസ്റ്റ് പ്ലെയർ. കസിമിറോ
ഈ കളിയിലെ യുണൈറ്റഡിന്റെ ഫസ്റ്റ് ഗോൾ സ്കോറർ, അതുപോലെ തന്നെ ഈ കളിയിൽ ഓപ്പൺ ഗോൾ മിസ് ചെയ്ത പ്ലെയറും. 6.5 ബ്രൂണോ ഫെർണാണ്ടസ്. നൗ ബ്രൂണോ ഈ കളിയിൽ ഒട്ടും ബാഡ് ആയിരുന്നില്ല, പക്ഷെ അതുപോലെ തന്നെ അത്ര ഗ്രേറ്റും ആയിരുന്നില്ല. ആ പോസ്റ്റിൽ ഹിറ്റ് ചെയ്ത ചാൻസ് അല്ലാണ്ട് പുള്ളി ഈ കളിയിൽ വേറെ ഏതെങ്കിലും ചാൻസ് ക്രിയേറ്റ് ചെയ്തോന്ന് അറിയാൻ എനിക്കൊന്ന് ഹൈലൈറ്റ്സ് ഒന്നും കൂടെ കാണേണ്ടി വരും. ആൻഡ് സത്യം പറഞ്ഞാൽ ഇതൊരു ഫോർഗെറ്റ്ഫുൾ പെർഫോമൻസ് ആയിരുന്നു. സ്റ്റാൻഡേർഡ് 6 ഔട്ട് ഓഫ് 10. എംബോയ്മോ ആൻഡ് കൂനിയ. നൗ ഇവർ രണ്ടുപേരും ഞാൻ ഒരുമിച്ച് ക്ലബ് ചെയ്യാണ്, കാരണം ഇവർ രണ്ടുപേരും പെർഫോമൻസ് ഐഡന്റിക്കൽ ആയിരുന്നു. ഫസ്റ്റ് ഹാഫില് ബ്രില്യന്റ്, സെക്കൻഡ് ഹാഫില് ആവറേജ്. രണ്ടുപേർക്കും 6.5 ഔട്ട് ഓഫ് 10. ഈ ബെഞ്ചമിൻ സെസ്കോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതായിരുന്നു സെസ്കോന്റെ ഏറ്റവും വേർസ്റ്റ് പെർഫോമൻസ്. സോ സെസ്കോന്റെ റേറ്റിംഗ്സ് ഒരു 4.5 ഔട്ട് ഓഫ് 10. ഇനി റൂബൻ അമോറിം. ഹാഫ് ടൈം കഴിഞ്ഞ് ഒരു ടീം 10 മിനിറ്റിൽ 2 ഗോൾ കൺസീഡ് ചെയ്യണമെങ്കിൽ ആ ഹാഫ് ടൈം ഡിസ്കഷൻ എത്ര ഇൻഎഫക്റ്റീവ് ആണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ട് റൂബൻ അമോറിം ഗെറ്റ്സ് എ 5.5 ഔട്ട് ഓഫ് 10. ആൻഡ് ഈ വീക്കാണ് അമോറിന്റെ 1 ഇയർ ആനിവേഴ്സറി. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, അമോറിന്റെ ഫസ്റ്റ് ഇയർ നിങ്ങൾ എങ്ങനെ റേറ്റ് ചെയ്യണം അത് കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഗെയിമിൽ എന്റെ റേറ്റിംഗ്സ് ആയിട്ട് നിങ്ങൾ അഗ്രി ഉണ്ടോ, അതോ ഈ പ്ലേയേഴ്സിന് നിങ്ങൾ വേറെ റേറ്റിംഗ്സ് കൊടുക്കോ, അതും കമന്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. ആൻഡ് ആസ് ഓൾവേസ് സബ്സ്ക്രൈബ്.